ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. വ്ളോഗിംഗ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും സുഖമാണ്. ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ചിരട്ട കൊടുത്താണ് കേട്ടോ. ഒരു ചിരട്ട കൊടുത്ത് പറഞ്ഞാൽ പിന്നെ വേഗം അതൊക്കെ ഒന്ന് എല്ലാത്തിലും ഒന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. ആ പട്ടത്തണ്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒന്ന് വേഗം ചിരട്ടയിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേഗം പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അങ്ങനെ തീയൊക്കെ അപ്പോൾ നന്നായി കത്തുന്നുണ്ട്. അപ്പോൾ 4 കോഴിമുട്ടയൊക്കെ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. പുഴുങ്ങാൻ വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ട്. ആയതിന് ശേഷം ഇത് മുട്ട കുറുമ വെക്കാനാണ് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് പിന്നെ അതിൽ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇപ്പോൾ ഒരു മൺചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ വെല്ലുള്ളിയാണ് കേട്ടോ. ചെറിയൊരു വെല്ലുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ രാത്രിക്ക് മാത്രമുള്ള കറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ വെക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെല്ലുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പാടെ പേസ്റ്റ് ആക്കിയതാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഗരം മസാല അല്ലേ, പട്ടയും കറാമ്പും പാടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ തിരക്കൊന്ന് വേഗം പൊടിച്ചെടുത്താണ് കേട്ടോ. ചൂടാക്കിയും കൊണ്ട് വേഗം ഒന്ന് പൊടിച്ചെടുത്ത്. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ചത്തെ നോമ്പുണ്ടല്ലോ. അപ്പോൾ ഒരാഴ്ചക്ക് നമുക്ക് എന്തായാലും മസാലക്കറികളതിന് നമ്മൾ വെക്കുള്ളൂ. അപ്പോൾ വേഗം പൊടിച്ചെടുത്താണ്. അതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ മല്ലിപ്പൊടി മാത്രം ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടിയല്ല, പച്ചമുളക് അരച്ച് വെച്ചതാണ് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അരക്കുക പറഞ്ഞാൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ ചതച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 പച്ചമുളകാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് 2-3 വലിപ്പത്തിലുള്ളത് കൊണ്ട് പിന്നെ ഇത്തിരി ചെറുതുകൊണ്ട് കേട്ടോ. അങ്ങനെ 10 പച്ചമുളക് ചതച്ചെടുത്താണ്. ചതച്ചെടുത്തപ്പോൾ ഒന്നുമില്ല കേട്ടോ. പക്ഷേ എരിവൊക്കെ കറിയിൽ എരിവൊക്കെ നല്ല പാകത്തിനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണ്ട. ഈ പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഇങ്ങനെ പോകണം. ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചപ്പാത്തിക്ക്, അപ്പത്തിന്, നമുക്ക് പുട്ടിന് വേണമെങ്കിലും കഴിക്കാം, പൊറോട്ടക്ക്, അങ്ങനെ എന്തിനു വേണമെങ്കിലും ഈ കറി കഴിക്കാം കേട്ടോ. മുട്ടക്കുറുമ നമ്മൾ ഞാൻ അധികം മുട്ടച്ചാറാണ് വെക്കുക. അപ്പോൾ ഇന്നലെ ശരി ഇതൊന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഒരു മുട്ടക്കുറുമ. അപ്പോൾ പിന്നെ അതൊക്കെ വഴഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ 4 മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് അരച്ച് ചേർത്തണം. അപ്പോൾ തേങ്ങയിൽ ഞാൻ പെരിഞ്ചീരകമൊക്കെ ചേർത്തിട്ട് അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് കറണ്ട് പോയാലോ പറഞ്ഞിട്ട് നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കറണ്ട് പോകും. അപ്പോൾ കറണ്ട് പോയാലോ പറഞ്ഞിട്ട് പിന്നെ വേഗമൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലേൻ്റെ മണമൊക്കെ നല്ലോണം ഒന്ന് പോയിട്ടുണ്ട്. ചാറൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗരം മസാലപ്പൊടിൻ്റെയൊക്കെ മണമാണ് നല്ലോണം. എന്നിട്ട് അപ്പോൾ ഈ തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. മിഞ്ഞാന്ന് രണ്ട് വീഡിയോ ഞാൻ 2 ചാനലിലും പാടെ ഓരോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. നോക്കുമ്പോൾ രണ്ടും ഒരേ ചാനലിലേക്ക് തന്നെ പോയിട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ തുണി എടുക്കാൻ വേണ്ടി പോയതാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ നോക്കിയില്ല ഏതിലാണ് പോയി എന്നുള്ളത് നോക്കിയില്ല കേട്ടോ. അപ്പോൾ വോയിസ് കൊടുത്തപ്പോൾ അങ്ങനെ 2 ചാനലിലും ഒപ്പം പോയി. പിന്നെ ഞാൻ നോക്കിയില്ല. പിന്നെ സുനിത ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് നൂറാ വ്ളോഗ് തന്നെയാണ് പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാൻ നിന്നില്ല, സാരല്ല പോട്ടെ പറഞ്ഞിട്ട് നിന്ന്. തുണി എടുക്കാൻ പോയിട്ട് വരുമ്പോൾ പിന്നെ 4 മണിയൊക്കെ ആയിട്ടാണ്. പിന്നെ വന്നതിന് ശേഷമാണ് നോക്കിയതൊക്കെ. പിന്നെ ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡിലീറ്റ് ആക്കിയില്ല. അങ്ങനത്തെ ചാറൊക്കെ ചാറായതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളച്ചോറുണ്ടായിരുന്നു. അപ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ചോറ് വെച്ച് എന്നല്ലാണ്ട് ആരും കഴിച്ചില്ല. ഇന്നലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി തന്നെ 3 ആളും കഴിച്ച്. പിന്നെ ചോറ് കഴിച്ചില്ല കേട്ടോ. പൂച്ചക്ക് മാത്രം കുറച്ച് ചോറ് കൊടുത്ത്. അപ്പോൾ ആ ചോറ് മാത്രം ഇന്നലെ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ചോറ് വെച്ചില്ല. അപ്പോൾ അത് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആയിട്ടാ. 5:30 ആയപ്പോൾ ഞാൻ ആകെ 1 മണിക്കൂർ സമയമേ ഉള്ളൂ. അപ്പോൾ വേഗം നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് മാവ് കാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിന്ന് തെക്കി വെച്ചിട്ട് ഇതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ അതിൽ നിന്ന് കുറച്ച് തെക്കി വെച്ചിട്ട് പിന്നെ നൂൽപുട്ട് മാവ് കുഴക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ അതിന് മുമ്പ് തന്നെ ഞാൻ തട്ടിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ടിൻ്റെ തട്ടിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ എല്ലാ തട്ടിലും അവിടെ പീച്ചെടുക്കണം കേട്ടോ. ഇത്തിരി സ്പീഡിലാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുന്നത്. സമയം ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കണ്ടേ, പിന്നെ എണ്ണക്കടി ഉണ്ടാക്കിയില്ല കേട്ടോ. സമയമായി. പിന്നെ എണ്ണക്കടി വാങ്ങിയിട്ടാണ് വന്നത്. ബോണ്ടി പിന്നെ എന്താ പറയുക മുട്ട ബജിയും പാടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നൂൽപുട്ടൊക്കെ വേഗം ഒന്ന് പീച്ചെടുക്കണം. ആദ്യം 4 തട്ടിൽ പീച്ചെടുത്ത് പറഞ്ഞാൽ പിന്നെ ഇത് വേകുമ്പോഴത്തേന് മറ്റേ തട്ടിലൊക്കെ പീച്ചെടുത്താൽ മതിയല്ലോ. ഇതിങ്ങനെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ മരത്തിൻ്റെ തട്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ അടുത്തുണ്ട് കേട്ടോ മരത്തിൻ്റെ തട്ട്. അതിലൊക്കെ ഇങ്ങനെ ചുട്ട് പറഞ്ഞാൽ നല്ലൊരു മണവുമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ 4 തട്ടിലും ആയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ അതൊക്കെ നടച്ച് വെച്ച് ഇനി ഇത് വേകുമ്പോഴത്തേന് മറ്റേ തട്ടിലൊക്കെ ഒന്ന് പീച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ചുട്ടതൊക്കെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ അത് രണ്ടാമത്തെ തട്ടിലും വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ ഞാൻ പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് എത്തിയായി. അപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മുട്ടപ്പാലട ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണക്കടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ എണ്ണക്കടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ മുട്ടപ്പാലട ഉണ്ടാക്കാമെന്നാണ്. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ എണ്ണക്കടി വാങ്ങിയിട്ട് വന്നത്. ഞാൻ അറിഞ്ഞൂല, ഞാൻ പറഞ്ഞിട്ടുമില്ല. വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷമാണ് അറിഞ്ഞത്. അപ്പം മോളാണ് പറഞ്ഞ ഉമ്മ മുട്ടപ്പാലട ഉണ്ടാക്കുമ്പോൾ എന്ന്. അപ്പോൾ പിന്നെ ശരി എന്നാണ് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ചൂട്ടോടെ എടുക്കണത് പരത്തി എടുക്കണത് അപ്പം തന്നെ ചുരുട്ടി വെക്കണം കേട്ടോ. അല്ല പറഞ്ഞാൽ പിന്നെ ചുരുട്ടുമ്പോൾ ഒട്ടിക്കിട്ടില്ല. ഒട്ടിക്കിട്ടിയില്ല പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഈ തേങ്ങയും പഞ്ചസാരയും ഒക്കെ വീണ് പോകും കേട്ടോ. അപ്പോൾ പിന്നെ അത് ചൂട്ടോടെ ഒക്കെ തന്നെ അപ്പം തന്നെ ഒക്കെ ചുരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒരു കോഴിമുട്ടി കുറച്ച് മാവും കേട്ടോ. ഞാൻ കണക്കൊന്നുമില്ല. കുറച്ച് മാവും പാടെ എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് 3/4 മണിക്കൂർ വെച്ച് കേട്ടോ. 3/4 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ചുട്ടെടുക്കണത്. നല്ല ഒരു മയം കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പറഞ്ഞാൽ മാവ് ഇങ്ങനെ ചൂട്ടോടെ ചുരുട്ടിയെടുക്കുമ്പോൾ കൈയൊക്കെ പൊള്ളും. എന്നാലും സാരല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക തന്നെയാണ് കേട്ടോ. ചീനച്ചട്ടി ഉണ്ടായിരുന്നു. ചീനച്ചട്ടിയിലൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി മാവ് കുറച്ച് മാവ് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ 2 എണ്ണം ആപ്പം പോലെ ദോശ പോലെ എടുത്തിട്ടാ. അങ്ങനത്തെ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മോള് ടേബിളിൽ കൊണ്ടുപോയിട്ടൊക്കെ വെച്ചിട്ട് പിന്നെ ജ്യൂസൊക്കെ അവളാണ് ചെയ്യുക. അവളുടെ പണിയാണത്. ഇത് പിന്നെ ഇളയിച്ച് കുറച്ച് ഓമക്കായ ജ്യൂസ് തന്നാണ് കേട്ടോ. പിന്നെ അത് വാങ്ങിയിട്ട് വന്ന ബോണ്ടിയും ഇതൊക്കെ ഉണ്ട്. പിന്നെ മുട്ടപ്പാലിൽ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇതാ കുറച്ച് ചക്ക ഉണ്ട്. ചക്കയൊക്കെ മോള് ജ്യൂസ് അടിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. അതിന് ശേഷമാണ് അവൾ ജ്യൂസ് അടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നൂൽപുട്ടൊക്കെ നല്ല മയമുണ്ട് കേട്ടോ. ഇതാ മുട്ടക്കറി 2 മുട്ടയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അപ്പോൾ അതൊക്കെ ടേബിളിൽ വെച്ചാണ് അവൾ നൂൽപുട്ട് കഴിക്കും കേട്ടോ. നോമ്പ് തുറന്നാൽ അവൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം. താങ്ക് യു.